ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കളം കാവൽ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ സ്ക്രീനിൽ കാണും, ഞാൻ ഇങ്ങനെ വലിയ സ്ക്രീനിൽ ആൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ, കണ്ടതിനെ കുറിച്ച് പറ. ഏടാ ഞാൻ നിരാശനാടാ, മമ്മൂക്കയെ കാണിച്ചില്ല. മമ്മൂക്ക ഇല്ല സുഹൃത്തുക്കളെ. ടീച്ചർ കാണാൻ വന്നിരിക്കണം. മമ്മൂക്കനെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മമ്മൂക്ക ഇല്ല ടീച്ചറില്. മമ്മൂക്ക ഉണ്ടാ, മമ്മൂക്ക ലാസ്റ്റ് ഇങ്ങനെ വരും. ആദ്യം വിനായകനെ കാണിക്കും, അതിനുശേഷം മമ്മൂക്ക നടന്നു വന്നിട്ട് മുന്നൊരു പെണ്ണിങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ പെണ്ണിന്റെ കഴുത്തിന് കടിച്ച് കേറിയിട്ട് നടന്ന് അങ്ങ് പോകും. ഭീകര വില്ലൻ. അതൊക്കെ നടന്നു പോകുന്നത് കാണിക്കുന്നതാണ്. ഡൈനോസർ നടക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ട്. ഡൈനോസർ സിമ്പിൾ ആയിട്ട് എന്ത് റിസ്ക് അല്ല ഡൈനോസർ നടക്കാൻ. എന്ത് റിസ്ക്? സിമ്പിൾ പറയുമ്പോ 2 കാലുണ്ട്, എന്നിട്ട് ആകെ 4 കാലുണ്ട്. കൈയായിട്ട് ഇങ്ങനെ മടക്കിയും വെക്കണം, എന്നിട്ട് ഈ 2 കാലിൽ ഇങ്ങനെ നടന്നു പോണം. അപ്പൊ കങ്കാരു നടക്കുന്നതിന് നമുക്ക് വിഷമില്ല. അപ്പൊ നീ നടക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടില്ല. അയ്യോ മഴ. എന്തിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വന്നാ? കളംകാവൽ സോറി, ഞങ്ങൾ മാറ്ററിൽ നിന്ന് വിട്ടുപോയിട്ടോ. അത് പോകുമ്പോ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. നീ ഇത് രണ്ടാമത് ഒരു തവണ കൂടി കാണണമെന്ന് പറയും. നോക്കാം, എന്നാ പിന്നെ നോക്കാം. ഓക്കെ, അത്രയ്ക്കുണ്ടോ? അത്രയ്ക്കുണ്ട്. ഓക്കെ, ആകെ 52 സെക്കൻഡ് സാധനമുള്ളൂ, പക്ഷെ പുളിയാണ്. 52 അല്ല 50 ഉള്ളൂ. ഓക്കെ, ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക വില്ലനാവുന്ന സിനിമയാണ്. വിനായകനാണ് ഇതിൽ നായകനായി വരുന്നത്. പിന്നെന്തൊക്കെയാണ്? അതില് മമ്മൂക്ക ഒരു വാമ്പയർ തന്നെയാണ്. മുജീബ് മജീദാണ് ഇതിന്റെ മ്യൂസിക്. ഇന്നലെ ഇതിന്റെ തീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ലീക്ക് ആയതാണ് അതിന്റെ ആ ഒരു ട്രാക്ക്. ഗംഭീര സാധനമായിരുന്നു, പൊളി, സൂപ്പർ. ഓക്കെ, നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. വിനായകൻ അതെങ്ങനെയുണ്ട്? അത് പൊളിച്ചല്ലോ. അതൊരു 1.5 ഒരു ഗ്യാപ്പിന് ശേഷം മമ്മൂക്ക വരുന്നു. അതൊരു 1.5 സാധനമായി പോയിട്ടോ. പിന്നെ അതിങ്ങനെ കണ്ടപ്പോഴേ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാ, മമ്മൂട്ടി കമ്മിങ് ടു യു. ഒരു 1.5 ആയിട്ടായി പോയി. എനിക്ക് ആ ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി കാണാം. എങ്ങനെയുണ്ടത്? അവിടുന്ന് ആ ഒരു, അതായത് ആ ക്യാമറ പോണ ഒരു സാധനം ഉണ്ടല്ലോ, ക്യാമറ പോകുന്നത് അതിനനുസരിച്ച് നോട്ടം പോകുന്നു, അതിന്റെ ഒപ്പം സിഗരറ്റ് പോകുന്നു, എന്തൊക്കെ പരിപാടികളാണ്. പ്രത്യേക തരം ചിരി. ഏത് ഒരു കള്ളനോട്ടം, കള്ളൻ ആണല്ലോ, ഒരു കാമനോട്ടം. അതെ, കാമനോട്ടം. അതായത് ഒരു പെണ്ണിനെ ഒരു പ്രത്യേക രീതിയിൽ വശീകരിച്ചുകൊണ്ട് നോക്കുകയാണ്. അതായത് നമ്മൾ കോഴികൾക്ക് അറിയാം, നമുക്ക് അതിന് പ്രത്യേക കഴിവാണല്ലോ. ആ കഴിവിന്റെ പീക്കാണ് ആള് ഇട്ടിട്ടുള്ളത്. നമ്മുടെ കഴിവ് കുറച്ച്, നമ്മള് ചെറുത്. നമ്മളിങ്ങനെ ഒരു നോട്ടം നോക്കും, പിന്നെ ഏറുകണ്ണാണ്, പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് ആ നോട്ടം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പുറകെ ആ നോട്ടം, അതിന്റെ കൂടെ ആ ചിരി. അതെ, സിഗരറ്റ് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവുക, അതിനുശേഷം തിരിച്ചു വരുന്നുണ്ട് അല്ലേ? തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു, ആളെങ്ങനെ നോക്കുകയാണ്. അപ്പൊ ആ പെണ്ണിന്റെ നോട്ടം പോലെയാണ് തിരിച്ച്, അതായത് ഐ കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ആ കണ്ണാടി കറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് കണ്ണാടി മതി. എന്ത് സാധനല്ലേ? എന്നിട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് ഞാനിങ്ങനെ പെർഫോമൻസ് പീക്ക് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ഈ സിനിമയിൽ. അത് തന്നെയാണ് അതിന്റെ അഴിഞ്ഞാട്ടായിരിക്കും മൂപ്പറെ. സത്യമായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടി, ഒരു സീരിയൽ കില്ലറിന്റെ എന്തായിരിക്കും കൊല്ലുന്നതിന്റെ മുന്നേ ഇടാൻ പോണ എക്സ്പ്രഷൻ. ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം, ഒരു കാമം അല്ലെങ്കിൽ ഒരു
വശീകരണം വരെ ഇതിനകത്ത് നല്ല എന്താ അടിപൊളിയായിട്ട് ചെയ്തേക്കണേ. അതെ, മൂപ്പരുടെ ഒരു അഭിനയത്തിന് നമുക്ക് അറിയാവുന്നതാണ് ഏത് ലെവൽ വരെ പോകുന്നു. അപ്പം കൊലപാതകം ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഡേവിള് ചിരി ഉണ്ടാവും. മോനെ ഞാൻ കാണണ്ടേ ഒന്നുകൂടി. അതായത് മൂപ്പര് ഏത് ലെവലിൽ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാല്, അതായത് ഈ ക്യാരക്ടർ ഓയോ റൂം വരെ ഓയോ റൂമാണെങ്കിലും ഓലോണ് കേട്ടോ, ഇത് യോലോയാണ്. ഓക്കെ, ഓയോ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ പുച്ചിക്കലടാ. റെഡി, ഓക്കെ. മമ്മൂട്ടി കമ്പനി സാധനം നായകൻ വിനായകൻ നായകൻ. കുറച്ച് പഴയ കാലഘട്ടം അല്ലേ? കുറച്ച് കൊലക്ക് നല്ല പ്രാധാന്യം ഇവിടെ. ഇത് കളങ്കാവൽ വരുന്നല്ല, മമ്മൂട്ടി കമ്മിങ് ടു യു. കളങ്കാവലൊക്കെ പോട്ടെ. ഞാൻ ആദ്യം അങ്ങോട്ട് വരട്ടെ. എന്റെ സിനിമയെ കുറിച്ച് ജിതിൻ കെ ജോസ്. ജിതിൻ കെ ജോസിനൊക്കെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വരട്ടെ, കാത്തിരിക്കുകയാണ് ഇവിടെ. എന്തായാലും ഗംഭീര ടീച്ചറാണ്. കുറച്ചുള്ളെങ്കിൽ എന്താ എന്തൊരു പവറാണ് ഇതിന്റെ. ഞാനിപ്പോഴും എന്റെ മനസ്സ് ഫുള്ളിതാ. എനിക്ക് മൂപ്പറെ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടിട്ട് മജീദിന്റെ ബീജം ഒരു രക്ഷയില്ലോട്ടോ. ഭീകരം. ഈ വില്ലനിസത്തിന്റെ ഈ പീക്ക് ഫീലും ഒരു എന്താ പറയാ, ഒരു പ്രത്യേക തരം ഒരു സാധനമുണ്ട് ഈ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത്. ആ സാധനം നമുക്ക് ആ ബിജെമിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഇയാള് ഏത് തരത്തിലുള്ള ആളാണെന്നും ഇയാളുടെ നോട്ടം കൊണ്ടും ഇയാളുടെ ആ ശരീര ഇതുകൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തായാലും ആള് ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള ആളല്ല. ലുക്കൊക്കെ കണ്ടിട്ട് ആള് കുറച്ചൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ആള് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സൈനൈഡ് മോഹൻ അല്ലേ ക്യാരക്ടർ നെയിം. അപ്പോ ആളുടെ ആ ഒരു സ്വഭാവം, അതായത് നമുക്ക് അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. അപ്പൊ ആള് ഇതിലൊരു മാഷായിട്ടാണ്, അധ്യാപകനാണ് ആള്. പിന്നെ മലയാളിയല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ടീച്ചർമാര് തീരുമാനമാക്കും. നമ്മൾ ഏകദേശം ഊഹിച്ച് പറയുന്ന ആരല്ല അതായിരിക്കും. ആ നോട്ടം കണ്ടിട്ട് മൂന്നാമത്തേനെ വശീകരിക്കുന്നതാന്ന് തോന്നുന്നു. മൂന്നാമത്തെ നായികനെ അങ്ങനെ സ്കൂൾ വിട്ട് നടന്നു പോകുന്ന സമയത്ത് ഇത് കറക്റ്റ് ആവും വേണം. അല്ലോ ചുമ്മാ വെറുതെ പറഞ്ഞതാ. മൂന്നാമത്തെ ആയ എന്തായിരിക്കൂലേ, ഞാൻ ആരാടാ, നീ വേറെ ആരാ ഏട്ടാ. എന്തായാലും ഗംഭീര ടീസർ. അത് മൊത്തം, അതായത് സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, കുറച്ച് പഴക്കം ഉള്ള പോലെയാണ്. പിന്നെ വിനായകന്റെ ലുക്ക്, വിനായകന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഗംഭീരാണ്. ഒരിക്കൽ സിനിമയിൽ നമ്മളത് ശരിക്കും കണ്ടതാണ്. പോലീസ് ഓഫീസറായിട്ട് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരിക്കും. നല്ലതായിട്ട് രണ്ടുപേരും പൊളിക്കട്ടെ. അതെ, കാത്തിരിക്കാണ്. ഞങ്ങൾ പോവാണ്. സിനിമ ഒക്ടോബർ 9 സാധ്യത.